ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. കാർത്തിക നക്ഷത്രം കീർത്തി കേൾക്കുമെന്നൊക്കെയാണ്. കീർത്തി എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള കീർത്തിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽകീർത്തിയുമുണ്ട്, ദുഷ്കീർത്തിയുമുണ്ട്. ഇത് രണ്ടും ഈ നക്ഷത്രത്തിന് ഭൂഷണമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ വളരെ പേരെടുത്ത് വന്നിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും വലിയ പേരെടുത്ത് വന്നിട്ടുള്ള പ്രശസ്തരായ വ്യക്തികളിൽ പലരും കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവരാണ്. ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മളുടെ മാതാ അമൃതാനന്ദമയി അമ്മ എന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ അമ്മ കാർത്തിക നക്ഷത്രത്തിൽ പെട്ട ആളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഭരണരംഗത്ത് മികവ് കാണിച്ചിട്ടുള്ളൊരു മുഖ്യമന്ത്രി, അദ്ദേഹം കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളാണ്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും വളരെ രാജകീയമായ ഭാവത്തിലെത്തും എന്നുള്ളതല്ല. ചിലപ്പോൾ സാമ്പത്തികമായ പരാധീനതയുള്ള കാർത്തിക നക്ഷത്രക്കാരും കാണും. ഇതൊക്കെ ഇവർ ജനിക്കുന്ന സമയത്തെ ഡിപ്പെൻസ് അപ്പോൺ ദ ബർത്ത് ടൈം, ആ ജനന സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓവറാൾ കാർത്തിക നക്ഷത്രം വളരെ ഓജസ്സും വീര്യവും ഉള്ള ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ മേടക്കൂറിലും കാർത്തികയുടെ കാൽ ഭാഗം മേടക്കൂറിലാണ്. മേടക്കൂറിൽ പെട്ടുന്ന കാർത്തിക നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ കാർത്തികയുടെ ബാക്കി 45 നാഴിക, അതായത് മുക്കാൽ ഭാഗം ഇടവക്കൂറിലേക്കും വരും. അപ്പോൾ ഇടവക്കൂറിലും മേടക്കൂറിലും 2 കൂറിലും വരും ഈ നക്ഷത്രം. ഈ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ദേവത ഭൂമിയാണ്. അപ്പോൾ ഭൂമി ദേവത, ഈ ഭൂമിപരമായ ഭാഗ്യങ്ങൾ ഇവർക്ക് വളരെയധികം, കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ഭൂമി ഭാഗ്യങ്ങൾ, സ്വയാർജിതമായ ധനം കൊണ്ടുള്ള ഭൂമി, ഇതൊക്കെ വളരെ നന്നായിരിക്കും. നല്ല ഇതിൽ നിന്നൊക്കെ ഗുണകരമായ അനുഭവങ്ങളുണ്ടായിരിക്കും ഭൂമിപരമായിട്ട്. അതുപോലെ തന്നെ പക്ഷി എന്തിനാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ആരാണ്, അല്ലെങ്കിൽ ഭൂമി പഞ്ചഭൂതങ്ങളെക്കുറിച്ചും വൃക്ഷത്തെക്കുറിച്ചും പക്ഷിയെക്കുറിച്ചുമൊക്കെ ഈ പക്ഷിയെ ഉപദ്രവിക്കാതിരിക്കുക, വൃക്ഷത്തെ പൂജിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടേതായിരിക്കുന്ന നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ദേവതയെ ഉപാസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ഭൂമിയുടെ വിഷയത്തിൽ ഭൂമിയുടെ കാരകത്വം ബുധനാണ് ജ്യോതിശാസ്ത്രത്തിൽ. ആ ബുധനെ കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജോ, ശ്രീരാമൻ അവതാര വിഷ്ണു, ശ്രീകൃഷ്ണൻ, ഇവരെയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഭജിക്കാൻ പറ്റും. ഭൂമി ദേവിയായിട്ട്, ദേവീ സ്വഭാവത്തിലുള്ള ദേവതാപരമായിരിക്കും ദേവിമാരുടെ ക്ഷേത്രങ്ങൾ, ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഒക്കെ നന്നായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ നക്ഷത്രത്തിൻ്റെ രൂപം തന്നെ ഒരു കൈവട്ടക പോലെയാണ്. ഈ സോഡിയാക്കിൽ, അതായത് നമ്മളുടെ ഈ രാശിചക്രങ്ങളും നക്ഷത്രങ്ങളെയെല്ലാം ഒരു രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതൊരു കൈവട്ടക പോലെയാണ് ശരിക്കും ഈ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ. പിന്നെ കാർത്തിക നക്ഷത്രത്തിലെ ജനനം ആദിത്യ ദശയിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഓരോ ദശാകാലങ്ങളിലാണ് ഓരോരുത്തർ ജനിക്കുന്നത്. ഇപ്പം രവി ദശയിലാണ് കാർത്തിക നക്ഷത്രക്കാരുടെ. അശ്വതി, ഭരണി, പൂരം, പുരാണം, കാർത്തിക, ഉത്രാടം. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രവിദശയിലാണ് അവരുടെ ജനനം വരുന്നത്. ആ രവിദശ കാലത്തിൽ കുറച്ച് അരിഷ്ടതകളൊക്കെ, ബാലാരിഷ്ടതകളൊക്കെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. പിന്നെ നല്ല സംഭാഷണ ചാതുര്യം നമ്മൾ കണ്ടിട്ടില്ലേ? ചില ആളുകൾ നമ്മളെ സംസാരിച്ച് അവരിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ പറയും എനിക്കത് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വളരെ അവധാനതയോടുകൂടി, വളരെ ബുദ്ധിപരമായ സംഭാഷണ ചാതുര്യത്തിലൂടെ നമ്മളിലേക്ക് വന്ന് നമ്മളെ കയ്യിലെടുത്ത്, അപ്പം അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഇപ്പം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ, വാക്കുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ആ വാക്ചാതുര്യം, പ്രത്യേകിച്ച് ഈ കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ കാർത്തികേയൻ എന്നൊക്കെ പറയാറുണ്ട്. സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ദർശനം നടത്തിയാൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ തന്നെ സുബ്രഹ്മണ്യ ഭക്തരിൽ ഏറിയ കുറവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർത്തിക നക്ഷത്രക്കാരായിരിക്കും. വളരെ ഔട്ട്സ്റ്റാൻഡിങ് ബിഹേവിയറാണ്. സ്നേഹമാണെങ്കിൽ സ്നേഹമാണ്. ഇപ്പോൾ ദേഷ്യം വന്നാലോ ഒരു ഫയർ ആയിരിക്കും. നമുക്ക് അഗ്നിയുടെ സ്വഭാവം അറിയാം അല്ലേ? ഈ അഗ്നിയെ നമുക്ക് ശാന്തമായി ഉപയോഗിച്ച് നാമം ജപിക്കാനായി വിളക്ക് കൊളുത്തി ആ വിളക്ക് അഗ്നിയെ ജ്വലിപ്പിച്ച് അഗ്നിയുടെ മുമ്പിലിരുന്ന് ഈശ്വരനാമം ജപിക്കാം.
ഇതേ അഗ്നി തന്നെ വേണമെങ്കിൽ നമ്മളെ വീടിന് തീയിടാൻ ഉപയോഗിക്കാം. അപ്പോൾ എന്ന് പറയുന്നത് പോലെ കാർത്തിക നക്ഷത്രക്കാരുമായി പൊതുവെ ഇടപെടുമ്പോൾ സൂക്ഷിച്ചിടപെടണം. രണ്ടാമത് കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴും വളരെ ശ്രദ്ധിച്ചത്. വെച്ചാൽ ഹോട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ചില ഈ ഇമോഷൻസ് നയിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത് കുടുംബ സ്വത്ത്, പൂർവിക സ്വത്തൊന്നും കൂടുതലായി ഈ നക്ഷത്രക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ല. പലർക്കും പിതാവ് വഴിയുള്ള ഭാഗ്യം, മാതാവ് വഴിയുള്ള ഭാഗ്യം, അല്ലെ പൂർവ്വ സ്വത്ത്, കുടുംബസ്വത്ത് അല്ലേ, ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് സ്വയാർജിതമായിട്ട് തന്നെ വളരെ എല്ലാ സൗകര്യങ്ങളും, ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ, എന്തൊക്കെ ചുറ്റുപാടുകൾ ഒരു മനുഷ്യായുസ്സിൽ വേണോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമശാലികളായിരിക്കും. അതുപോലെ തന്നെ ഭക്തിപരമായ കാര്യങ്ങൾ, ദേവാലയങ്ങളിൽ പോവുക, ദേവാലയങ്ങളിലേക്ക് വേണ്ട വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇല്ലാത്തൊരു സ്വഭാവം, എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള സ്വഭാവം വളരെ കുറവാണ്. എടുക്കുക എന്നുള്ളതാണ് മാക്സിമം നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാം. അതേസമയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ, ഒരു മനുഷ്യന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് കൂടിയാലും ഇവർക്ക് കുഴപ്പമാണ്. ഈ ഏറ്റവും കൂടുതൽ പറ്റിച്ച് കബളിപ്പിക്കൽപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചതിവിലും വിശ്വാസവഞ്ചനയിലും പെടുന്ന കാര്യം, മറ്റു പലരെയും കണ്ണുമടച്ച് വിശ്വസിച്ചാൽ ഇവർ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്ത് അവസാനം അവനവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില പ്രകൃതങ്ങൾ ചില കാർത്തിക നക്ഷത്രക്കാർ കാണിക്കും. എന്നുവെച്ചാൽ കബളിപ്പിക്കലിലൊക്കെ. ഈ ദാനധർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ വേണ്ടെന്നല്ല, പൊതുവേ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉള്ള ഒരു പ്രവണത കാണിക്കും. പിന്നെ സ്വാർത്ഥത കൂടുതൽ, അതായത് സെൽഫിഷ്നെസ് എന്ന് പറയുമല്ലോ. എനിക്ക് ഒരു കാര്യം സാധിക്കണമെന്ന് വിചാരിച്ചാൽ അതിനെ എന്ത് റിസ്ക് എടുത്തിട്ടും ഏത് വഴികളിലൂടെയും എന്തിനെ ഹൈജാക്ക് ചെയ്ത് വേണമെങ്കിലും അവിടെയൊന്നും ചിലപ്പോൾ ധാർമ്മികതയൊന്നും നിലനിർത്തിയെന്ന് വരത്തില്ല. പിന്നെ ഈ ഭരണരംഗങ്ങളിൽ നേതൃത്വ പാടവം കാണിക്കുന്നതിൽ പല ആൾക്കാരും, ഭരണരംഗം എന്ന് വെച്ചാൽ സർക്കാർ തലത്തിലുള്ള ഔദ്യോഗികമായിരിക്കുന്ന ഭരണതലങ്ങളിൽ ഈ IAS, IPS, IFS അതുപോലൊക്കെയുള്ള നല്ല ഉന്നത വിദ്യാഭ്യാസങ്ങൾ ഉള്ളവരിൽ ശ്രദ്ധിച്ചാൽ, കലാകാരന്മാർ, അത് സാഹിത്യമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, മാധ്യമ പ്രവർത്തനങ്ങളിലൊക്കെ ആയിക്കോട്ടെ, ഇതിലൊക്കെ ഈ നക്ഷത്രക്കാർ വളരെ നല്ല പ്രകടനം കാഴ്ച വയ്ക്കുന്നവരായിരിക്കും. എന്നാൽ പെട്ടെന്ന് സ്ത്രീകളിൽ പെട്ടുപോകും. അതായത് ഈ സ്ത്രീകളിൽ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരാണെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളാണെങ്കിൽ ഈ പരസ്പരമുള്ള, നമ്മൾ പറയുമല്ലോ എന്താ, പ്രണയം, പ്രേമം, ഇതുപോലെയൊക്കെയുള്ള വൈകാരിക തലങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ മനസ്സിന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാക്കുകളോ പെരുമാറ്റങ്ങളോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിപ്രസ്ഡ് ആകുന്ന ഒരു നക്ഷത്രമാണ്. എങ്കിലും സാധനാനുഷ്ഠാനങ്ങളുടെ അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കീർത്തി കേൾക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളാണ്. നിങ്ങളുടെ സഹവർത്തിത്വം വളരെ ശ്രദ്ധിക്കണം. കാര്യം ഇല്ലെങ്കിൽ ഈ മോശമായിരിക്കുന്ന ആളുകളുമായിട്ടോ മോശമായിരിക്കുന്ന ചുറ്റുപാടിലേക്ക് പോയാൽ ചില വ്യതിയാനങ്ങൾ, ധാർമ്മികമായ വ്യതിയാനങ്ങളിൽ പെടുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർ കൂടുതലും സുബ്രഹ്മണ്യനെ ഭജിക്കുക. ഈ 2026 കാലഘട്ടത്തിൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിഷ്ണു വൈഷ്ണവ പ്രീതി അല്ലെങ്കിൽ വ്യാഴം അനുകൂലമായ രാശിയിലാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. ശാസ്താവിനെയും ശിവനെയും പ്രാർത്ഥിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ദുരിതങ്ങൾ കുറയുന്നതിന് ഏറ്റവും നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.